മക്കളെ. അപ്പോൾ CBSEയുടെ സയൻസ് എക്സാം തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 4 ഫിസിക്സ് ചാപ്റ്ററിലെ നമ്മളുടെ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിലെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഡിഫക്റ്റ് ഓഫ് ഐയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് 4 ഡിഫക്ട്സ് ഓഫ് ഐ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫക്റ്റ് ഓഫ് ഐ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിസ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കാതെ നമ്മുടെ എക്സാമിന് പോകാൻ വേണ്ടി പാടില്ല. സോ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ 4 ഡിഫക്റ്റ് ഓഫ് ഐ, അതായത് കണ്ണിൻ്റെ കുറച്ച് അസുഖങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിഫക്ട്സിനെ പറ്റിയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, അല്ലെ എങ്ങനെയാണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. അപ്പം നോക്കാം, ലിസ്റ്റ് 2 കോസസ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലേ, അതായത് രണ്ട് ഹൈപ്പർമെട്രോപ്പിയയ്ക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ 2 കോസാണ്, എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോ ദ റേ ഡയഗ്രാം ഷോയിങ് എ ഹൈപ്പർമെട്രോപ്പിക് ഐ ആൻഡ് ഇറ്റ്സ് കറക്ഷൻ യൂസിങ് സ്യൂട്ടബിൾ ഒപ്റ്റിക്കൽ ഡിവൈസ്. അല്ലേ, അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ ഉള്ള ഒരു അല്ലെങ്കിൽ ആ ഡിഫക്റ്റ് ഉള്ള കണ്ണിൻ്റെ എന്ത് വരയ്ക്കണം, റേ ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് ആ ലെൻസ് ഉപയോഗിച്ചു കൊണ്ടുള്ള പിക്ചറും കൂടെ വരയ്ക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ഹൈപ്പർമെട്രോപ്പിയ. അല്ലേ, അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. സാധാരണയായിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഒരു സാധനത്തിന് നമ്മൾ കാണുന്ന സമയത്ത് അത് നേരെ നമ്മുടെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യാണ് ചെയ്യുക, ആണല്ലോ. അപ്പോൾ ഈ ഹൈപ്പർമെട്രോപ്പിയ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ അടുത്തുള്ള ഒരു സാധനത്തിനെ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഓക്കെ, അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയ എന്ന് വെച്ചാൽ അടുത്തുള്ള സാധനങ്ങളെ വൃത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ലോങ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത്. ലോങ് സൈറ്റ്നെസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ലോങ് ആയിട്ടുള്ളതിനെ നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ള വസ്തുക്കളെ, അടുത്തുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല. ഇതാണ് ഈ ഡിഫക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അടുത്തുള്ള ഒരു സാധനത്തിനെ നമ്മൾ കാണുന്ന സമയത്ത് സാധാരണയായിട്ട് എന്താ ചെയ്യേണ്ടത്, റെറ്റിനയിൽ ഫോക്കസ് ആവണം, അല്ലേ. പക്ഷേ ഇത് റെറ്റിനയിൽ ഫോക്കസ് ആവില്ല. എന്താ ചെയ്യുക, റെറ്റിനയും കഴിഞ്ഞു പോയിട്ടാണ് എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആവുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ, ഇല്ല. ഒരു ഹൈപ്പർമെട്രോപ്പിക് ആയിട്ടുള്ള ഐൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നോക്കുക, അടുത്ത് കിടക്കുന്ന ഒരു വസ്തുവിൽ നിന്നുള്ള റേ ഡയഗ്രാം പോയിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസാണ്. അപ്പോൾ നേരെ പോയിട്ട് റെറ്റിനേൻ്റെ ബിഹൈൻഡ് ദ റെറ്റിനയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈപ്പർമെട്രോപ്പിക് ഐൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ വരച്ച് നന്നായിട്ട് കൊടുക്കാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ നോക്കുക, ദ ഡിഫക്റ്റ് ഓഫ് ഐ വേർ എ പേഴ്സൺ കനോട്ട് സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി. അതായത് അടുത്ത് കിടക്കുന്ന ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈപ്പർമെട്രോപ്പിക് ഐ അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ് എന്ന് പറയുക. അപ്പോൾ ഇവരുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ, അതായത് ഇവരുടെ നിയർ പോയിന്റ്, അല്ലേ, ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന എന്താണ് പോയിന്റിനെയാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയുക. അതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ. അല്ലേ, നോർമൽ ആയിട്ടുള്ള ഒരു ഐ ആണെങ്കിൽ 25 സെൻറ്റിമീറ്റർ ആണ് നിയർ പോയിന്റ്. പക്ഷേ ഒരു ഹൈപ്പർമെട്രോപ്പിയ ഉള്ള ഒരാളുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അടുത്തുള്ള സാധനങ്ങളെ വൃത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റാത്തത്. ഇനി ഇതിൻ്റെ കോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക, അല്ലേ. വാട്ട് ആർ ദ റീസൺസ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ, അതായത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലും ചോദിക്കാറ്, എന്താണ് റീസൺ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹൈപ്പർമെട്രോപ്പിക് ഐ ആകുമ്പോൾ എന്താ പ്രശ്നം, അതായത് റെറ്റിനേൻ്റെയും ബിഹൈൻഡ് ആയിട്ട് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഐബോൾ ചെറുതായതുകൊണ്ടല്ലേ അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം, അല്ലേ. ഈ ഐബോൾ കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഐബോൾ വളരെ ചെറുതാണ്. അപ്പോൾ നോക്കുക, ദി ഐബോൾ ബിക്കം ടു സ്മോൾ, അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. ഇനിയോ, നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറച്ച് അധികമായതും പ്രശ്നമാണ്, അല്ലേ. ശരിക്കും ഈ നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു, അതായത് റെറ്റിനയിലായിരുന്നു ഫോക്കസ്ഡ് ആക്കേണ്ടത്, പക്ഷെ അത് ചെയ്തില്ല, അല്ലേ. അപ്പോൾ അതായത് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലാണ് എന്ന് നമുക്ക് പറയാം, അല്ലേ. അപ്പോൾ 2 കോസുകളാണ്. ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ എന്ന് പറയുന്നത് വളരെ കൂടുതലും, അതുപോലെ തന്നെ ഐബാൾ വളരെ ചെറുതും. അപ്പോൾ വാട്ട് ഈസ് ദ കോസ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ് നമ്മൾ എഴുതേണ്ടത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമുക്ക് എന്തായിരിക്കും അപ്പോൾ ഇവിടെ, അല്ലേ, അതായത് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് റെമഡി ആയിട്ട് എന്താ ചെയ്യാം, നമുക്കറിയാം, നേരത്തെ കൺവേർജ് ചെയ്യണം, അല്ലേ. കുറച്ചും കൂടി കൂടുതലായിട്ട് കൺവേർജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ആരെ ഉപയോഗിക്കാൻ പറ്റുക, കോൺവെക്സ് ലെൻസ് ആണ്, അല്ലേ. അപ്പോൾ ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ അഥവാ റെമഡിക്ക് വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഒരു, അല്ലേ, കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കും.
ഒരു കോൺവെക്സ് ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നിന്ന് വരുന്ന റേസിന് ഒന്നും കൂടെ അത് കൺവേർജ് ചെയ്യും ആണല്ലോ. നമ്മുടെ ലെൻസ് കോൺവെക്സ് ലെൻസ് ഒന്നും കൂടെ കൺവേർജ് ചെയ്യും. അതിനുശേഷം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, റെറ്റിനയിലേക്ക് പതിയുകയാണ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ലെൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ഡിവൈസ്, അതിൻ്റെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഡിവൈസ് വെച്ചിട്ടും എന്ത് ചെയ്യാൻ ചോദിക്കും, നമ്മളുടെ റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. സോ ഇതുപോലെ റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹൈപ്പർ മെട്രോപ്പിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നോക്കുക, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താ, വാട്ട് ഐ ഡിഫക്റ്റ് ഇസ് കോൾഡ് മയോപ്പിയ. എന്താണ് മയോപ്പിയ? ഇപ്പം നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ പറഞ്ഞു, അടുത്തുള്ള സാധനങ്ങളെ കാണാൻ പറ്റില്ല. മയോപ്പിയ എന്ന് വെച്ചാൽ എന്താ, ദൂരെയുള്ള സാധനങ്ങളെയാണ് ഇവിടെ കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ദൂരെയുള്ള സാധനങ്ങളെ കാണാൻ പറ്റില്ല. ഡിസ്ക്രൈബ് വിത്ത് എ നീറ്റ് ഡയഗ്രാം ഹൗ ദിസ് ഡിഫക്റ്റ് ഓഫ് വിഷൻ ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് സ്യൂട്ടബിൾ ലെൻസ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ഡിഫക്റ്റിനെ മാറ്റാനുള്ള ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പിക്ചറും കൂടെ വരച്ചു കൊടുക്കണം. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് മയോപ്പിയ എന്ന് നോക്കാം. അപ്പോൾ മയോപ്പിയൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് നിയർ സൈറ്റ്നെസ് ആണ്. അതായത് അടുത്തുള്ള വസ്തുക്കളെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, പക്ഷേ ദൂരെയുള്ള വസ്തുക്കളെയാണ് കാണാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ മനസ്സിലാക്കുക, എ പേഴ്സൺ വിത്ത് മയോപ്പിയ ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്റ്റ് ക്ലിയർലി ബട്ട് കനോട്ട് സീ ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ദൂരെയുള്ള ഒബ്ജക്ട്സിനാണ് പ്രശ്നം. അപ്പോൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റെറ്റിനയ്ക്ക് മുമ്പ് കൊണ്ടുപോയിട്ട് കൺവേർജ് ചെയ്യും. ലെൻസിന് കുറച്ച് പവർ കൂടുതലാണ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, കൺവേർജ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ ബെൻഡ് ചെയ്യിപ്പിച്ച് റെറ്റിന് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ ഡിഫക്റ്റിൻ്റെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഇതാണ് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അതായത് ഇവിടെ ആയിരുന്നു നമ്മുടെ റെറ്റിനെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഐബാൾ കുറച്ച് വലുതായി പോയതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഐബാൾ ടു ലോങ് ആണ്. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് വളരെ ചെറുതായതും പ്രശ്നമാണ്. കുറച്ചും കൂടെ കൂടുതൽ ഫോക്കൽ ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോക്കൽ ലെങ്ത് വളരെ ചെറുതാണ്, അതുപോലെ തന്നെ ഐബാൾ വളരെ വലുതാണ്. ഇതാണ് ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ ലെൻസ് വളരെ ഷോർട്ടാണ്, അതുപോലെ തന്നെ ഐബാൾ എന്ന് പറയുന്നത് വളരെ ലോങ് ആണ്. അപ്പോൾ മയോപ്പിയയുടെ കോസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാധാരണയായിട്ട് എന്താ സംഭവിക്കുന്നത്, കുറച്ചും കൂടെ നേരത്തെ കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ കൺവേർജ് ചെയ്യാൻ പാടില്ല, റെറ്റിനയിൽ കൺവേർജ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വരുന്ന റേനെ നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ഡൈവേർജ് ചെയ്ത് വിടുക. അതായത് നമ്മൾ അവിടെ എന്ത് ലെൻസാണ് ഉപയോഗിക്കുന്നത്, കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കോൺകേവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നേരെ വരുന്ന റേനെ അതെന്ത് ചെയ്യും, ഒന്നും കൂടെ ഡൈവേർജ് ചെയ്യും. എന്നിട്ട് നമ്മളുടെ ലെൻസിലേക്ക് എത്തി അതിനെ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് റെറ്റിനയിലേക്ക് കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ലെൻസ് വെച്ചിട്ട് അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വരയ്ക്കാനും കൂടെ എൻ്റെ കുട്ടികൾ പഠിക്കണം. അപ്പോൾ ഹൈപ്പർ മെട്രോപ്പി ആണെങ്കിൽ നമ്മളവിടെ കോൺവെക്സ് ലെൻസാണ് റെമഡി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെയാണെങ്കിൽ മയോപ്പി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കുക. റെഡി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡിഫക്റ്റ് എന്ന് പഠിക്കാനുള്ളത്. ഇനി എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ആണ്, വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തന്നിട്ടേ ഉള്ളൂ എങ്കിലും എക്സാമിന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. എന്താണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്? അപ്പോൾ കാറ്ററാക്ട് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതായത് നമുക്ക് കുറച്ച് പ്രായമാവുന്ന സമയത്ത് നമ്മളുടെ കണ്ണിലെ നമ്മുടെ ലെൻസിൻ്റെ അവിടെ ഒരു മിൽക്കി കളറായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്ക് പിക്ചർ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവുക. അതായത് നമ്മുടെ ലെൻസ് ഒരു കണ്ണിൻ്റെ അവിടെ കുറച്ച് ഒരു മിൽക്കി, ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള എന്താണ്, ആ ഒരു മിൽക്കി കളർ, ഒരു പാട പോലെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാറ്ററാക്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദ ക്രിസ്റ്റലൈൻ ലെൻസ് ഓഫ് ദ പ്യൂപ്പിൾ അറ്റ് ഓൾഡ് ഏജ് ബിക്കംസ് മിൽക്കി ആൻഡ് ക്ലൗഡി. അപ്പോൾ എന്താ, വൃത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഇതിനെയാണ് നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുക. അപ്പോൾ ഈ കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തീരെ കാഴ്ച ഉണ്ടാവില്ല. അതായത് കാഴ്ച കുറഞ്ഞു പോകും. ഒന്നുമില്ലെങ്കിൽ കാഴ്ച നന്നായിട്ട് വിഷൻ പോവും, അല്ലെങ്കിൽ നമുക്കൊരു മങ്ങിയ കാഴ്ചയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ലെൻസ് ഒന്നും ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ വേഗം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, സർജറി ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു റീസ്റ്റോർ വിഷൻ ത്രൂ എ കാറ്ററാക്ട് സർജറി. അതായത് കാറ്ററാക്ടിന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതായത് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യുക, സർജറി ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഡിഫക്റ്റ് ആണ്. അതായത് ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, പണ്ട് അതായത് കുറച്ച് ചെറുപ്പകാലത്ത് കണ്ണടയൊന്നും വെച്ചിട്ടുണ്ടാവില്ല, പക്ഷേ കുറച്ച് അതായത് പ്രായമായി കഴിഞ്ഞാൽ ഇവർ കണ്ണട വെക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രജനീകാന്തിൻ്റെ ചെറിയ പ്രായത്തിലുള്ള കണ്ണട വെക്കാത്ത മനുഷ്യൻ എന്താണ്, പ്രായമായ സമയത്ത് എന്താ സംഭവിച്ചത്, കണ്ണട വെക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്കറിയാം നമ്മളുടെ റെറ്റിന അല്ലെങ്കിൽ നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്, ലെൻസിന് ഇങ്ങനെ നമുക്ക് എല്ലാ ദൂരത്തുള്ള എന്താണ് സാധനങ്ങളെയും കാണാൻ പറ്റും. അതിനുള്ള കാരണം എന്താ,
പവർ ഓഫ് അക്കോമഡേഷൻ ആണ് അല്ലേ. അതായത് നമ്മുടെ ലെൻസിന് സീലിയറി മസിൽസ് ഉണ്ട്. ഈ സീലിയറി മസിൽസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാ ഭാഗത്തുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുള്ള ഇമേജസും കാണാൻ പറ്റും, എല്ലാ ഒബ്ജക്ട്സിനെയും കാണാൻ പറ്റും. അപ്പോൾ പ്രായമാവുന്ന സമയത്ത് ഈ സീലിയറി മസിൽസ് എന്താണ്, സീലിയറി മസിൽസിൻ്റെ കഴിവൊക്കെ നഷ്ടപ്പെടും. അതായത് കൃത്യമായിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതായത് നമ്മുടെ സീലിയറി മസിൽസ് അഥവാ നമ്മുടെ ഐൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ കുറച്ചങ്ങോട്ട് കുറഞ്ഞു പോകും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം സാധാരണയായിട്ട് ചിലപ്പോൾ മയോപ്പിക് ആവാം, ചിലപ്പോൾ ദൂരമുള്ളതാവും കാണാൻ പറ്റാണ്ടാവുക, ചിലപ്പോൾ അടുത്തുള്ളതാവും കാണാൻ പറ്റാണ്ടാവുക. അത് നമ്മളുടെ സീലിയറി മസിൽസിൻ്റെ കഴിവില്ലായ്മേനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. സോ നമുക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം, ബൈഫോക്കൽ ലെങ്ത് ഉപയോഗിക്കുക. അതായത് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ബൈഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ ബൈഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റെഡി? അപ്പോൾ ഈ കാറ്ററാക്റ്റും പ്രസ്ബയോപ്പിയയും വളരെ ചെറിയ ടോപ്പിക്സ് ആണ്, പക്ഷേ മയോപ്പിയയും ഹൈപ്പർ മെട്രോപ്പിയയും എപ്പോഴും ചോദിക്കുന്നതാണ്. സോ ഈ 4 ഡിഫക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മക്കളെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഈ 4 ഏതെങ്കിലും ഒന്ന് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. സോ ഇത് പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാം ഹാളിലേക്ക് പോകരുത്. അപ്പം ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് ഇതുപോലെ, അല്ലെങ്കിൽ ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4 ഡിഫക്റ്റും എൻ്റെ കുട്ടികൾക്ക് വളരെ ഈസിയായി ഫുൾ ഓൺ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മളുടെ ലൈവുകൾ, അതായത് 7:30 നിങ്ങളുടെ എക്സാംസിന്, ആനുവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ലൈവുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്